എല്ലാവർക്കും നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം വലിയ ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു വിഷയമാണ് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ ചില കത്തിടപാടുകൾ. അദ്ദേഹം രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്ന പല ആൾക്കാർ, പല പ്രമുഖ വ്യക്തികൾ ഇവരുമായിട്ടൊക്കെ തന്നെ നിരന്തരം കത്തുകളിലൂടെ കറസ്പോണ്ടൻസ് സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിരവധി കത്തുകൾ ഇന്ദിരാഗാന്ധി പിൽക്കാലത്ത് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിക്ക് കൈമാറി. അങ്ങനെ അത് സൂക്ഷിച്ചു പോരുകയായിരുന്നു. എന്നാൽ ഹിസ്റ്റോറിയൻസ് ആയിട്ടുള്ള പല ആൾക്കാർക്കും അത് ലഭ്യമായിരുന്നുമില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ ഒരു പുതിയ ആരോപണം വന്നിരിക്കുന്നത്. 2008 ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ഈ കത്തുകളൊക്കെ തന്നെ 51 കാർട്ടണുകളിലാക്കി സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം അവിടെ നിന്ന് പുറത്തേക്ക് കടത്തി എന്നുള്ളതാണ് ആരോപണം. ഈ ആരോപണം ഉന്നയിക്കുന്നത് BJP ആണ്. BJPയുടെ സൈബർ വിഭാഗം ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരും പാർലമെൻറ്റിലുള്ള MPമാരും ഒക്കെ തന്നെ ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. തന്നെയുമല്ല, പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ അംഗമായിട്ടുള്ള ചരിത്രകാരനായ റിസ്വാൻ ഖദ്രിയും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. ഈ കറസ്പോണ്ടൻസ് പലതും നടത്തിയിരിക്കുന്നത് ജയപ്രകാശ് നാരായൺ, അരുണ അസഫ് അലി, GB പന്ത്, എഡ്വിന മൗണ്ട് ബാറ്റൻ തുടങ്ങിയ ആൾക്കാരുമായിട്ടാണ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നത് എഡ്വിന മൗണ്ട് ബാറ്റനുമായിട്ടുള്ള കറസ്പോണ്ടൻസ് ആണ്. കാരണം ഇവർ തമ്മിലുള്ള ബന്ധത്തിനെപ്പറ്റി പല കഥകളും നിലവിലുണ്ടെങ്കിലും അതിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്ന രീതിയിലത്തേക്കുള്ള കറസ്പോണ്ടൻസ് ഒന്നും തന്നെ പൊതുരംഗത്തില്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അങ്ങനെയുള്ള കത്തുകൾ കൂടിയാണ് സോണിയാഗാന്ധി അവിടെ നിന്ന് കടത്തിയത് എന്ന രീതിയിലത്തേക്കാണ് BJPക്കാരുടെ ആരോപണം. ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്, ജവഹർലാൽ നെഹ്റുവിൻ്റെ കത്തുകൾ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിയിൽ നിന്ന് പുറത്തേക്ക് കടത്തിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. കാരണം ആ കത്തുകളെല്ലാം ഈ മ്യൂസിയത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത് നെഹ്റുവിൻ്റെ മകളായ ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി ഓതറൈസ് ചെയ്തിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരാൾക്ക് അത് അവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധ്യമല്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കത്തുകൾ അവിടെ നിന്ന് കൊണ്ടുപോയത്? അതിനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അത് മടക്കി നൽകാത്തത്? എന്നീ ചോദ്യങ്ങൾ പ്രസക്തമാകുന്നത് ഇവിടെയാണ്. ഇങ്ങനെ രേഖകളൊന്നും തന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ആർക്കും അധികാരമില്ലാതിരിക്കെ എന്ത് തരത്തിലുള്ള അമിതാധികാര പ്രയോഗമാണ് അവിടെ നടത്തിയിരിക്കുന്നത് എന്നുള്ള ചോദ്യവും പ്രസക്തമാണ്. രണ്ടാമത്തെ പ്രശ്നം, ഇത് സോണിയാഗാന്ധി ആവശ്യപ്പെട്ടിട്ട് നടത്തിയിരിക്കുന്നതാണോ എന്നാണ്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നേരത്തെ സൂചിപ്പിച്ച ചരിത്രകാരൻ റിസ്വാൻ ഖദ്രി പറയുന്നത് അവിടെയുള്ള ഒരു മീറ്റിംഗ് മിനിറ്റ്സ് പ്രകാരം 2008 ഇത് അവിടെ നിന്ന് സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം പുറത്തേക്ക് കടത്തി എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്തിരിക്കുന്നത് ഒരു ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിംഗിൽ ഈ വിഷയം ചർച്ച ചെയ്തതിന് ശേഷം ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ സോണിയാഗാന്ധിയോട് ഈ കത്തുകളെല്ലാം തന്നെ മടക്കി നൽകണം എന്ന് അവരാവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ കുറച്ചുകൂടി മയപ്പെടുത്തിയിട്ടാണ് അവർ പറയുന്നത് ഈ കത്തുകൾ ഫിസിക്കലായിട്ട് നൽകണമെന്ന് പോലുമില്ല, ഡിജിറ്റൈസ് ചെയ്തതിന് ശേഷം അത് ലഭ്യമാക്കിയാലും മതി എന്നാണ് അവർ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവർ രാഹുൽ ഗാന്ധിക്കും ഒരു കത്തയച്ചു. ആ കത്തിൽ അവർ പറയുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അസറ്റായി മാറിയിരിക്കുന്ന ഈ കത്തുകൾ സംരക്ഷിക്കപ്പെടണം, അതുകൊണ്ട് തന്നെ അതായി മ്യൂസിയം ലൈബ്രറിയിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതിന് രാഹുൽ ഗാന്ധി കൂടി പരിശ്രമിക്കണം. അതുകൊണ്ട് താങ്കളുടെ അമ്മയോട് പറഞ്ഞ് ഈ കത്തുകൾ തിരികെ ഇവിടെ ഏൽപ്പിക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് അവർ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം വീണ്ടും പ്രസക്തമാണ്. അതായത് ഈ രേഖകളെല്ലാം തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നെഹ്റു എഴുതിയിരിക്കുന്ന രേഖകളായതുകൊണ്ടും ആ കറസ്പോണ്ടൻസ് എല്ലാം തന്നെ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളുമായിട്ട് ആണ് എന്നതുകൊണ്ട് ചരിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ രേഖകൾ അവർക്ക് ലഭ്യമാക്കുക, അതുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പൂരിപ്പിക്കുക. ഇവരുടെയൊക്കെ തന്നെ വ്യക്തിപരമായിട്ടുള്ള കറസ്പോണ്ടൻസ് എങ്ങനെയായിരുന്നു, അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവചരിത്രത്തിലേക്ക് ഈ രേഖകളൊക്കെ തന്നെ വിലമതിക്കാനാവാത്ത കോൺട്രിബ്യൂഷൻസ് ആണ് നൽകുക എന്നതിനെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് ചരിത്രകാരന്മാർക്ക് ലഭ്യമാക്കുക, റിസർച്ച് സ്കോളേഴ്സിന് ലഭ്യമാക്കുക എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. കാരണം ആ കത്തുകളിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് എന്നും അത് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ജങ്ചറിൽ ഏത് രീതിയിലത്തേക്കാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നും ഇവരുടെയൊക്കെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ബന്ധം ഏത് നിലയ്ക്കായിരുന്നു എന്നതിനെപ്പറ്റി എല്ലാം മനസ്സിലാക്കാൻ ഇത് ചരിത്രകാരന്മാരെ സഹായിക്കും. അതുവഴി ഇത് നമുക്ക് പ്രയോജനപ്രദമായി മാറുകയും ചെയ്യും. അതിന് ഒരു സാധ്യത ഇവിടെ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അതും അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത പ്രശ്നം, നിരവധി പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ടെല്ലാം ഈ തരത്തിലുള്ള കത്തിടപാടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ചില മസാല കഥകൾ ചേർത്ത് എഡ്വിന മൗണ്ട് ബാറ്റനുമായിട്ടുള്ള കറസ്പോണ്ടൻസ് ആണ്. ഇത്തരത്തിൽ ആദ്യമായിട്ടല്ല ഒരു ചർച്ചയുണ്ടാകുന്നത്. അവർ തമ്മിൽ ഏത് തരത്തിലുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ച് സാധാരണക്കാരോ രാഷ്ട്രീയക്കാരോ മാത്രമല്ല ചരിത്രകാരന്മാരുടെ ഇടയിൽ പോലും രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അത് പൂർണ്ണമായും പ്രണയബന്ധമായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അങ്ങനെയല്ല, അതൊരു ആത്മബന്ധം മാത്രമായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. എഡ്വിനയുടെ മകളായിട്ടുള്ള പമേല ഹിക്സ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ തന്നെ അവരിതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വളരെ അഗാധമായിട്ടുള്ള ആത്മബന്ധം മാത്രമായിരുന്നു, അതൊരിക്കലും ശാരീരികമായിരുന്നില്ല എന്ന് അവർ പറയുന്നുണ്ട്.
എങ്കിലും ഇവർ തമ്മിലുള്ള കത്തിടപാടുകളിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരം ഇപ്പോഴുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയും ഇവിടെ ഉണ്ടായിരുന്ന അവസാന ബ്രിട്ടീഷ് വൈസ്രോയുടെ പത്നിയും തമ്മിൽ എന്ത് തരത്തിലുള്ള ആത്മബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്, നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പ്രസക്തമാണ്. പ്രത്യേകിച്ച് മൗണ്ട് ബാറ്റൻ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് അതിൽ എഡ്വിനയ്ക്കും കാര്യമായിട്ടുള്ള ഒരു പങ്കുണ്ടായിരുന്നു എന്ന രീതിയിൽ ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും വിഷയങ്ങളെപ്പറ്റി ഇതിൽ പരാമർശിച്ചിട്ടുണ്ട് എങ്കിൽ അത് ചരിത്രപരമായിട്ടുള്ള ഒരു പുതിയ അറിവ് കൂടിയായിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇവിടെ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. എഡ്വിന മൗണ്ട് ബാറ്റൻ മരിക്കുന്നത് മലേഷ്യയിലെ കോട്ട കിനബാലു എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അവരുടെ അവസാന ആഗ്രഹം പോർട്സ്മൗത്തിനപ്പുറം ഇംഗ്ലീഷ് ചാനലിൽ അന്ത്യവിശ്രമം കൊള്ളണം എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മരിച്ച് 4 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ ഭൗതിക ശരീരവുമായി ഒരു പടക്കപ്പലാണ് ഇംഗ്ലീഷ് ചാനലിലേക്ക് പോയത്. ഒരു ബ്രിട്ടീഷ് W ക്ലാസ് ഡിസ്ട്രോയർ പടക്കപ്പലായിരുന്ന HMS വേക്ക്ഫുൾ ആണ് ഈ ദൗത്യം ഏറ്റെടുത്തത്. അങ്ങനെ ഇംഗ്ലീഷ് ചാനലിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിനെ അനുഗമിച്ച് അതിന് പിന്നിൽ ഒരു ഇന്ത്യൻ പടക്കപ്പലും കൂടി ഉണ്ടായിരുന്നു. ഒരു വിഡ്ബി ക്ലാസ് ഫ്രിഗേറ്റ് പടക്കപ്പൽ, അതിൻ്റെ പേര് INS തൃശൂൽ എന്നായിരുന്നു. ഇത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം പോയതാണ്. എഡ്വിനയുടെ ശരീരമടങ്ങിയ പേടകം HMS വേക്ക്ഫുളിൽ നിന്ന് ഇംഗ്ലീഷ് ചാനലിലേക്ക് താഴ്ത്തിയതിനു ശേഷം ആ കപ്പൽ മാറുമ്പോൾ INS തൃശൂൽ അവിടെ എത്തുകയും അതിൽ നിന്ന് എഡ്വിനയ്ക്ക് ഏറെ പ്രിയപ്പെട്ട മാരിഗോൾഡ് പുഷ്പങ്ങൾ അടങ്ങിയ ഒരു റീത്ത് അവിടെ സമർപ്പിക്കുകയും ചെയ്തു. അതായിരുന്നു ഇന്ത്യൻ ഗവൺമെന്റിന്റെ എഡ്വിനയ്ക്കുള്ള ഔദ്യോഗികമായിട്ടുള്ള ആദരം. ഈ സംഭവത്തെക്കുറിച്ച് ചരിത്രകാരിയായ അലക്സ് വോൺ ടൺസൽമാൻ എഴുതിയിരിക്കുന്നത് പ്രണയനിർഭരമായ ചടങ്ങ് എന്നാണ്. അതുകൊണ്ട് തന്നെ അവസാന ബ്രിട്ടീഷ് വൈസ്രോയിയുടെ പത്നിക്ക് ഇന്ത്യൻ ഗവൺമെൻറ് ഇങ്ങനെയുള്ള ഒരു ആദരം നൽകുന്നതിൻ്റെ പിന്നിൽ എന്ത് തരത്തിലുള്ള കോൺട്രിബ്യൂഷനാണ് അവരുടെ ഭാഗത്തു നിന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ച് അറിയുക എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ അവകാശമാണ്. നിശ്ചയമായും ആ കത്തുകൾ നമുക്ക് തിരിച്ച് കിട്ടേണ്ടതായിട്ടുണ്ട്. അതുവഴി എന്ത് കോൺട്രിബ്യൂഷനാണ് എഡ്വിന മൗണ്ട് ബാറ്റന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൻ പ്ലാനുമായി ബന്ധപ്പെട്ട് നിർവഹിക്കാനുണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കും. ഒപ്പം ജവഹർലാൽ നെഹ്റുവും എഡ്വിന മൗണ്ട് ബാറ്റനും തമ്മിലുള്ള ബന്ധത്തിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ദേശീയ താല്പര്യത്തിലുള്ള ഈ കത്തുകൾ, ഇന്ദിരാഗാന്ധി തന്നെ നമ്മുടെ സർക്കാരിനെ ഏൽപ്പിച്ചിരുന്ന ഈ കത്തുകൾ തിരിച്ചു കിട്ടുക എന്നുള്ളത് പ്രധാനമാണ്. അത് എത്രയും പെട്ടെന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിയിലേക്ക് തിരികെ എത്തട്ടെ എന്ന് പ്രത്യാശിക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.